നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ, കിടക്കണ സമയത്ത് അഭി താൻ നിരപരാധിയാന്നൊക്കെ പറഞ്ഞ് നവ്യനെ ഒന്ന് സോപ്പിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നവ്യ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പോഴഭിക്ക് തോന്നി ഇവള് സത്യം കണ്ടെത്താനുള്ള തീരുമാനത്തിലാണ്. തന്നോട് ഇതിനായിട്ട് ഒന്നും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ചോദിക്കുന്നതിനൊന്നും മറുപടി പോലും പറയണില്ല. അപ്പൊ ഇവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. ഒരുപക്ഷെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല, തന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലും. താൻ സ്വപ്നം കണ്ട പോലെ തന്നെ ആയിരിക്കും. ഒന്നെങ്കിൽ കത്തി കുത്തി ഇറക്കും, അല്ലെ കഴുത്ത് ഞെരിച്ചു കൊല്ലും. സത്യങ്ങൾ അറിയാനായിട്ട് ഇനി എത്ര ദിവസം വേണ്ടി വരുമെന്ന് അറിയില്ല. ഇനി ഇവള് വല്ല DNA കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആബിയുടെ ഉള്ള സമാധാനവും ഉറക്കവും നഷ്ടപ്പെടുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നവ്യൊന്നും മിണ്ടാതെ അങ്ങ് തിരിഞ്ഞു കിടക്കുവാണ്. അപ്പോഴേക്കും അബിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകാനാ? എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങാനും അമ്മായി കണ്ടാൽ പിന്നെ അടുത്ത ആ പ്രശ്നമായിരിക്കും. തൽക്കാലത്തേക്ക് ഇവളോടൊന്നും ചോദിക്കണ്ട, മിണ്ടാതിരിക്കുന്ന ആ ബുദ്ധിയും തോന്നി. എന്തേലും സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവള് പൊട്ടിത്തെറിച്ചാലോ, ആ ഒരു പേടി അബിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ദേവേനി രാവിലെ തന്നെ എഴുന്നേറ്റു. പൂജാമുറി പോയി കുളിച്ച് വിളക്കെല്ലാം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശിയും കൂടെ വന്നു. അങ്ങനെ മുത്തശ്ശി അവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി പറഞ്ഞു, ആകപ്പാടെ വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞു. അതെന്താ ദേവേനി നീ അങ്ങനെ പറഞ്ഞേ? അല്ല, നവ്യയുടെ കാര്യം ഓർത്തിട്ടെ. ഇന്നലെ തന്നെ അമ്മ കണ്ടല്ലേ, അവൾ ആരോടും ഒന്നും സംസാരിക്കുന്നില്ല, ആകപ്പാടെ വീർപ്പ് മുട്ടിയിരിക്കുന്ന കണ്ടല്ലേ. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയുള്ള നവ്യനെ ഭയക്കണ്ടേ. അവളൊന്ന് പൊട്ടിത്തെറിക്കുവാണെ പ്രശ്നമില്ലായിരുന്നു. അബിയോട് സത്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുവാണെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മുത്തശ്ശൻ പോലും ചോദിച്ചിട്ടും നവ്യ ഒന്നും മിണ്ടിയില്ല. അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും അവള് തയ്യാറായില്ലെന്ന് പറഞ്ഞു. ദേവേന് പറഞ്ഞു, നയനയുടെ നന്ദുവിന്റെ സ്വഭാവം ഒന്നുമല്ല നവ്യയുടെ. അവളുടെ കടുംവെട്ട് സ്വഭാവ. അവൾ അപ്പോഴപ്പോൾ പ്രതികരിക്കുന്ന പെണ്ണ. എന്നിട്ട് അവൾ ഇതൊക്കെ മറച്ചു പിടിക്കണമെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാരണമില്ലേ? ഒരുപക്ഷെ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മേ. അതറിയില്ല മോളെ എന്താ സംഭവിക്കണേന്ന്. ഒരു കാര്യം ഉറപ്പാ, എങ്ങാനും അവളത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അബിയുടെ കഷ്ടകാലം ഒന്ന് കൂട്ടിയാൽ മതി. അതെ, അവൾ ആരോടെങ്കിലും തുറന്ന് സംസാരിക്കുമായിരുന്നെങ്കിൽ കുറച്ച് മനസ്സിന്റെ ഭാരം കുറഞ്ഞു കിട്ടിയേരം. അവള് സംസാരിക്കത്തോടത്തോളം കാലം നമ്മൾ അവളെ ഭയക്കേണ്ടിയിരിക്കുന്നു. മിക്കവാറും അബിയെ മാത്രമല്ല, ജലജയുടെ കാര്യത്തിലും അവളൊരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ അവൾ നമ്മളോടൊന്നും ചോദിക്കുകയും പറയാൻ ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മൾ എന്നാന്നും പറഞ്ഞുകൊണ്ട് അവളോട് പോയി ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അവളുടെ നിലപാട് എന്താന്ന് നമുക്കറിയാം. അധികം വൈകാതെ തന്നെ അത് അറിയാൻ കഴിയും. അവൾ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നേ. ദേവേനിക്കും മുത്തശ്ശിയൊക്കെ നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ നവ്യയുടെ മനോസ്ഥിതി എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് പിന്നെ ആരുണ്ട്? അബിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന. അവള് വെറുതെ അങ്ങ് പോകത്തില്ല. എന്തേലും കടുങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അബീനെ തീർത്തിട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ അവർക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ നയന രാവിലെ തന്നെ ദേവേനെ വിളിക്കുകയാണ്. ദേവേനെ വിളിച്ചിട്ട് നവ്യയുടെ വിശേഷങ്ങൾ തിരക്കുക. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, അവൾ ഇതുവരെയായിട്ടും ആരോടും ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല മോളെന്ന് പറഞ്ഞു. മിണ്ടിയിട്ടില്ലേ? അതെ, ഇതുവരെയായിട്ടും ഒന്നും സംസാരിച്ചിട്ടില്ല. അവൾ എന്തേലും പറയുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒന്നും മിണ്ടാ നടക്കുന്നോണ്ട് ഞങ്ങൾക്കൊക്കെ നല്ല ഭയമുണ്ടെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അത് ശരിയാ, അമ്മയോട് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന്. പക്ഷെ അമ്മ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞു. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ പറഞ്ഞിട്ടോ തർക്കിച്ചിട്ടോ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് അങ്ങോട്ടേക്ക് വന്നു. ആദർശ് വന്നു കഴിഞ്ഞപ്പം നയന സങ്കടത്തോടെ പറഞ്ഞു, ആദർശേട്ടാ, നവ്യേച്ചയാണെങ്കിൽ ആ വീട്ടിൽ ആരോടും മിണ്ടുന്നില്ലെന്നോ? അതെ, ഈ കാര്യത്തെക്കുറിച്ച് അബിയോട് ചോദിച്ചിട്ടില്ലാന്ന്. അബിയോടാണെങ്കിലും അപ്പച്ചിയോടാണെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലും ഇല്ലെന്നാ പറഞ്ഞേ. അതെന്താ പോലും അങ്ങനെ? അതെനിക്ക് അറിയില്ല അബിയേട്ട. അല്ല, അതെനിക്ക് അറിയില്ല ആദർശേട്ട എന്താന്ന്. ഒരു പക്ഷേങ്കിലും ചേച്ചിയുടെയും മൗനം കാണുമ്പോഴേ എനിക്ക് പേടിയാന്ന്. ആദർശ് പറഞ്ഞു, അങ്ങനെയാണ്, സൂക്ഷിക്കണം. ഈ മൗനം ഒരു പക്ഷേങ്കിൽ അതെല്ലാത്തിനും തകർത്തുടയ്ക്കുന്ന ഒന്നായിരിക്കും. പൊട്ടിത്തെറിക്കാൻ പാത്തിനായിരിക്കും. ചിലപ്പോൾ എനിക്ക് തോന്നേ ഇനി മിക്കവാറും സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കോ വെയിറ്റ് ചെയ്യുന്നേ. ഇതിന്റെ നിജസ്ഥിതി അറിഞ്ഞിട്ട് പ്രതികരിക്കാനാണോന്നറിയില്ല. നയന പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ചേച്ചിയുടെ സ്വഭാവം ആയതുകൊണ്ട് അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ചേച്ചി എന്നോടോ അല്ലെങ്കിൽ അമ്മയോടോ ആരോടും ഇതിനെക്കുറിച്ച് വീണ്ടും ഒന്നും ചോദിച്ചു പോലും ഇല്ലല്ലോ. ആദർശ് പറഞ്ഞു, നീ വിഷമിക്കാതിരിക്കുക, നീ ധൈര്യമായിട്ടിരിക്കുക, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ചിലപ്പം നിന്റെ ചേച്ചിക്ക് തോന്നിക്കാണുമായിരിക്കും നമ്മളൊക്കെ കള്ളത്തരം പറയുന്നതെന്ന്. നയന പറഞ്ഞു, അങ്ങനെയാണ് പ്രശ്നമില്ല. അല്ല, നമ്മൾ അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറയുന്നതെന്ന് തോന്നിയിട്ട് ചിലപ്പം മിണ്ടാതിരിക്കുന്നതാണെന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ സ്വഭാവം ഓരോ വ്യത്യസ്ത രീതിയിലല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു, അത് ശരിയാ ആദർശേട്ടാ, അങ്ങനെ വന്നാൽ മതിയായിരുന്നു പറഞ്ഞു. ഈ സമയത്ത്
നാഗേന്ദ്രൻ ഡേവിഡിനെ വിളിക്കുകയാണ്. ഡേവിഡിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അതെ, ഇന്ന് നവ്യയെ വിളിക്കണം. നവ്യയെ വിളിച്ചിട്ട് പറയണം DNA ടെസ്റ്റിന്റെ ഫലം നെഗറ്റീവാണ്, അബിയുടെ കുഞ്ഞല്ല ചന്തുമോൾ എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, അതൊക്കെ ഞാൻ പറഞ്ഞോളാം സാറേ, ഒരു കാരണവശാലും അവൾക്ക് ഒരു സംശയവും തോന്നാൻ പാടില്ല. ഇല്ല, അതൊക്കെ ഞാൻ ഏറ്റു. കാരണം കഴിഞ്ഞ ദിവസം സാമ്പിൾ എനിക്ക് അവൾ തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സാമ്പിൾ വെച്ച് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞാൻ അടിച്ചു വിട്ടോളാം. ആ കാര്യം ഓർത്ത് സാറ് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് നവ്യയെ വിളിക്കുകയാണ് ഡേവിഡ് വിളിച്ചിട്ട് പറഞ്ഞു, അതെ അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണാനുണ്ടെന്ന് പറഞ്ഞു. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പോവാണ്. അപ്പൊ ആ പോക്ക് കണ്ട് അബി ജലജയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മേ അവളെ എങ്ങോട്ടോ പോയിട്ടുണ്ട്, എങ്ങോട്ടാന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എടാ എങ്ങോട്ടാടാ? അറിയില്ലമ്മേ, എന്നോട് എന്തെങ്കിലും പറഞ്ഞല്ലേ എനിക്ക് അറിയുള്ളൂ. ഇനിയിപ്പം എന്റെ കുഞ്ഞാന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവൾക്ക് കിട്ടുമെന്നറിയില്ല. അങ്ങനെയാണെ അവള് തിരിച്ചു വരുമ്പോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വരുന്നേ, മിക്കവാറും എന്റെ കൊലപാതകമായിരിക്കും ഇവിടെ നടക്കാൻ പോന്നേ. എടാ മോനെ, നീ തൽക്കാലത്തേക്ക് അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നിന്റെ മാത്രമല്ലല്ലോ, എന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ബാക്കിയുള്ളവർ നിന്നെ എന്നെയൊക്കെ കൊല്ലാൻ നവ്യ എങ്ങനെയും കൊല്ലട്ടെ എന്നൊക്കെ കരുതിയിട്ട് കാത്തിരിക്കുമെന്ന് പറഞ്ഞു. ഹാപ്പി പറഞ്ഞു, അമ്മയ്ക്ക് ഇത് പറയാം. എടാ ഓരോന്നൊക്കെ വരുത്തി വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു, ഇപ്പൊ കൈകാലിട്ടടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നവ്യ ഒടുവിൽ ഡേവിഡ് വിളിച്ചിടത്തേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് ചോദിച്ചു, സാറേ എന്തായി കാര്യങ്ങൾ, DNA ടെസ്റ്റിന്റെ ഫലം വന്നോന്നൊക്കെ ചോദിച്ചു. നവ്യക്ക് ടെൻഷനാ. അത്ര സമയം വരുന്നോടം വരെ നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്തായിരിക്കും പറയാൻ പോകുന്നതെന്നുള്ള കാര്യം. ഒരിക്കലും അത് പോസിറ്റീവ് ആയിരിക്കില്ല എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഡേവിഡ് പറഞ്ഞു, നവ്യ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അതൊരിക്കലും അബിയുടെ കുഞ്ഞല്ലെന്ന്. അബിയുടെ കുഞ്ഞല്ല, DNA ടെസ്റ്റിന്റെ ഫലം വന്നെന്ന് പറഞ്ഞു. സത്യമാണ് സാറി പറയണമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഇതിന്റെ കള്ളത്തരം പറയണേ, അത് അബിയുടെ കുഞ്ഞല്ല. അബിയെ നവ്യയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നവ്യയുടെ അമ്മ ഒപ്പിച്ച് പണിയാന്ന് തോന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആദർശന് ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഈ പറയുന്ന നയനയുടെ അമ്മയ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അപ്പൊ അതിന്റെ ദേഷ്യം തീർത്തായിരിക്കും അവരെന്ന് പറഞ്ഞു. നവ്യ പറഞ്ഞു, എന്നാലും എൻ്റെ അമ്മ ഇങ്ങനെ ഒരിക്കലും കള്ളത്തരം കാണിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എൻ്റെ അമ്മ ഇതല്ല ഇതിലപ്പുറം ചെയ്യൂന്ന്. അത് കേട്ടപ്പോൾ ഡേവിഡ് പറഞ്ഞു, ഇനി ധൈര്യമായിട്ട് പൊയ്ക്കോ, പേടിക്കൊന്നും വേണ്ട. അതെ, അബി നല്ലവനാ, അവനെ കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ടാണല്ലോ അവന് ഞാൻ ജോലി കൊടുക്കാന്ന് വെച്ചേ. നമ്മളൊരു ജോലി കൊടുക്കുന്ന സമയത്ത് അവരെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അബിയെക്കുറിച്ച് നല്ലത് മാത്രം അറിയാൻ കഴിഞ്ഞേ. പിന്നെ ഇതിനു മുമ്പ് മൂർത്തി ജ്വല്ലറി ചില തിരിമറികളൊക്കെ നടത്തിയെന്ന് അറിഞ്ഞു. അതൊന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല, അതൊക്കെ അവർ കെട്ടിച്ചമച്ച കഥകളാന്ന് പറഞ്ഞു. പിന്നെ എല്ലാത്തിനും നവ്യയുടെ അനുജിത്തെയും കൂടെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ശരിക്കും അബിയോട് പ്രതികാരം ചെയ്യുന്ന പോലെ പെരുമാറിക്കൊണ്ടിരിക്കണേ. നവ്യ അന്ന് കാര്യമൊക്കെ എടുക്കണ്ട കേട്ടോ. നവ്യ ധൈര്യമായിട്ട് വീട്ടിലേക്ക് വെക്കുവോ. അബിയോട് ഒന്നാദ്യം മുതൽ ജോയിൻ ചെയ്യാൻ പറ. അബി മിടുക്കനാന്ന് എനിക്കറിയാം, ഇങ്ങനെ പോവുകയാണെങ്കിൽ അബിക്ക് നല്ല ഉയരത്തിലെത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു. നവ്യക്ക് ലോകം കീഴടക്കിയ മട്ടായിരുന്നു. കാരണം ഇത്ര പെട്ടെന്ന് സത്യങ്ങളൊക്കെ കണ്ടെത്തുമെന്ന് വിചാരിച്ചില്ല. എന്നാലും DNA ടെസ്റ്റിന്റെ ഫലം പുറത്തു വന്നല്ലോ. എല്ലാരും കൂടെ തന്നെ ഒന്നും അല്ലാതാക്കാൻ നോക്കി. ഈ പറയുന്ന മൂർത്തി മുത്തശ്ശൻ വരെ പറഞ്ഞു. ഒന്നും അങ്ങോട്ട് നവ്യക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവരൊക്കെ എന്നോട് എന്തിനെ കള്ളത്തരം പറഞ്ഞ് എന്നൊരു ചിന്തയായിരുന്നു നവ്യയുടെ മനസ്സിൽ. പാവം, തന്റെ അബി ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് അബിയെ താൻ തെറ്റിദ്ധരിച്ചു. ഇനി ചെന്ന് ക്ഷമ പറയണോ? ക്ഷമ പറയാനായിട്ട് താൻ അവനോടൊന്നും ചോദിച്ചൊന്നും ഇല്ലല്ലോ. സാരമില്ല, തൽക്കാലത്തേക്ക് ഇങ്ങനെ പോട്ടെ. ഒരു പക്ഷേ എങ്കില് ഡേവിഡ് സാറ് പറഞ്ഞ സത്യമായിരിക്കും. പിന്നെ DNA ടെസ്റ്റിന്റെ ഫലം വന്നാതെ വെറുതെ വരത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യം വിചാരിച്ച് സന്തോഷത്തോടു കൂട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് ദേവേനെ അബിയോട് പറഞ്ഞു, അവള് പുറത്തേക്ക് പോയേക്കുവാ. പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ അവളുടെ സ്വഭാവം എങ്ങനെയാന്ന് അറിയത്തില്ല. അത് കേട്ടോണ്ട് വന്ന് ജലജ പറഞ്ഞു, ഏട്ടത്തേക്ക് ഇതൊക്കെ പറയാം. അതെ, അവനാണെങ്കിൽ നല്ല മരണഭയം ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടാവണം, നിന്റെ മോനല്ലേ, നീയും ഇവനൊക്കെ നന്നായിട്ട് ഭയക്കണം നവ്യെ എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് അബിയും ജലജയൊക്കെ പേടിച്ചു പറിച്ചിരിക്കുക. ഇനി നവ്യ ഏത് മട്ടിലാണ് വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ നവ്യ ഭയങ്കര സന്തോഷത്തോടെയായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യയുടെ മനസ്സിലെ കരടങ്ങനെ നീങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അധിക നാളൊന്നും ഈ സന്തോഷം ഉണ്ടാകത്തില്ല. പിന്നെ നവ്യയുടെ മനസ്സിൽ സംശയങ്ങൾ കടന്നുകൂടും. നവ്യ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ വരുന്നുള്ളൂ കേട്ടോ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.